അനുമതിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. എബ്രായർ 11:7-8. ഇവിടെ നമുക്ക് രണ്ട് വ്യക്തികളെ കാണാൻ പറ്റും, നോഹയും അബ്രഹാം. അബ്രഹാമിനെ പറ്റി പറയുകയാണെങ്കിൽ അബ്രഹാമിൻ്റെ ജോലി എന്ന് പറയുന്നത് ബാലിൻ്റെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക എന്നതായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ദൈവശബ്ദം അവൻ കേൾക്കുകയും ദൈവം അവനോട് പറയുകയായിരുന്നു, ഞാൻ നിനക്ക് തരുവാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്രയാവുക എന്ന് പറഞ്ഞപ്പോൾ അവൻ മറ്റൊന്നും ചിന്തിക്കാതെ വേണം ദൈവം വിളിച്ചപ്പോൾ ദൈവശബ്ദത്തിൽ അവൻ വിശ്വസിച്ച് അവൻ പുറപ്പെടുകയായിരുന്നു. അടുത്തതായി ദൈവം അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം മകനെ തന്നെ ബലി അർപ്പിക്കുവാൻ പറയുകയാണ്, ദൈവത്തിന് വേണ്ടി യാഗം അർപ്പിക്കുവാൻ. അവൻ ഒരു മടിയും കൂടാതെ അവൻ മോറിയ മലയിലേക്ക് കയറുകയായിരുന്നു. അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ഈ പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുണ്ടാവും. കാരണം ഞാൻ യാഗം അർപ്പിച്ച് ഞാൻ കത്തിച്ച് ചാരമാക്കിയാലും ആ യാഗപീഠത്തിൽ നിന്നൊരു കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്നുള്ള അവൻ്റെ വിശ്വാസമാണ് അവനെ മോറിയ മലയിലേക്ക് നടത്തിയത്. എബ്രായർ 11:17 ഇപ്രകാരം പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. എന്നാൽ ഭൗതികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു യാഗം അർപ്പിച്ച് നടന്നില്ലായിരുന്നു. പക്ഷേ എന്നാൽ നമ്മൾ ആത്മീയമായി ചിന്തിക്കുകയാണെങ്കിൽ വിശ്വാസത്താലുള്ള ഒരു യാഗം അർപ്പിച്ചു. അതിനാലാണ് ദൈവം അവനെ വിശ്വാസിയുടെ പിതാവ് അഥവാ ബഹുജാതികൾക്ക് പിതാവായ അബ്രഹാം എന്ന് ദൈവം അവനെ പേര് നൽകിയത്. അടുത്ത നമ്മൾ കാണാൻ സാധിക്കുന്നത് നോഹയാണ്. നോഹയാണെങ്കിൽ അതുവരെയും കാണാത്ത ഒരു മഴയെപ്പറ്റി ദൈവം പറഞ്ഞപ്പോൾ ദൈവശബ്ദം കേട്ടപ്പോൾ അവൻ മറ്റൊന്നും ചിന്തിക്കാതെ വണ്ണം ദൈവം പറഞ്ഞതുപോലെ 120 ദിവസം പ്രസംഗിക്കുകയും ദൈവം പറഞ്ഞ മരത്തിൽ ദൈവം പറഞ്ഞതുപോലെ ഒരു പെട്ടകം തയ്യാറാക്കുകയും മൃഗങ്ങളിൽ നിന്ന് ഈ രണ്ട് വീതം അവൻ പെട്ടകത്തിൽ കയറ്റി അവനും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. കാരണം ബാക്കിയുള്ളവരെല്ലാവരും അവൻ വിളിച്ചായിരുന്നു, ഇതേപോലൊരു മഴ വരാൻ പോകുന്നു. എന്നാൽ ബാക്കിയുള്ളവരൊന്നും അവനെ ചെവി കൊണ്ടില്ല. എന്നാൽ നോഹയാണെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ട് ദൈവം പറഞ്ഞതുപോലെ വിശ്വസിക്കുകയും അവനും അവൻ്റെ കുടുംബവും പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിച്ചു. ഈ നോഹയും അബ്രഹാമിനെയും പോലെ നിങ്ങൾക്കും ദൈവം ഒത്തിരി വാഴ്ത്തങ്ങൾ തന്നു കാണും. അതിൽ കുറേയൊക്കെ നടന്നു കാണും, കുറേയൊക്കെ നടന്നില്ലായിരിക്കും. എന്നാൽ നടക്കാത്തതിനെ നമ്മുടെ ഉള്ളം കയ്യിൽ വച്ച് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വാഴ്ത്തങ്ങൾ നിറവേറുമെന്ന് പറഞ്ഞുകൊണ്ട് അടിയൻ്റെ എളിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും.